ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി കോളേജിലേക്ക് എത്തി സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റീഫ് എന്ന് പറഞ്ഞ ആള് അവളുടെ ഏട്ടനെ വിളിച്ച് പറയാണ് കേട്ടോ നിധി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് കേട്ടതും അവളോടുള്ള ദേഷ്യം കാരണം അരുണ് നേരെ കോളേജിലേക്ക് വരികയാണ് കേട്ടോ. നിധി ആണെങ്കിൽ ശ്വേതേനെയും കൂട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രിൻസിപ്പൾ ഒപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റീഫനെ കണ്ടു. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് എന്തായി പോയ കാര്യം. അപ്പോൾ അവൾ പറയുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് പ്രിൻസിപ്പൾ വേണം, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പളെ വെയിറ്റ് ചെയ്യാണ്. അത് കേട്ടപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ ഇപ്പോൾ ഒന്നും വരില്ലല്ലോ, ടൈം എടുക്കുമല്ലോ, 2-3 ദിവസം എന്തായാലും എടുക്കുന്നു. അത് കേട്ട് നിരാശയായിട്ട് നിധി ശ്വേതയും കൂടെ അവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ സുധീഷായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ശ്വേതയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്തായി പോയ കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ വരാൻ ടൈം എടുക്കും, പ്രിൻസിപ്പൾ ഇല്ലാണ്ട് എനിക്ക് കിട്ടില്ല സർട്ടിഫിക്കറ്റ്. പിന്നെ അതുമല്ല സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് FIRന്റെ കോപ്പിയൊക്കെ ഇവിടെ കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അപേക്ഷാ ഫോം തന്നിട്ടുണ്ട്, അപ്പോൾ അത് പൂരിപ്പിച്ച് ഇവിടെ കൊടുക്കണം എന്നൊക്കെ അവൾ പറയാണ്. അപ്പോൾ സുധീഷ് അവളോട് പറയുന്നുണ്ട് അച്ഛൻ കൂടെ വന്നിട്ടുണ്ടല്ലേ, അതല്ല ആൻഡ്രൂസ് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്നൊരു സങ്കടത്തോടെ ഒരു പരിഭവത്തോടെ അവൻ അവളോട് പറയണം. അപ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ഞാൻ പറഞ്ഞിട്ടാണോ വന്നത്, അല്ലല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അച്ഛൻ ഇറക്കി വിട്ടേക്ക് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ വിളിക്കാം കേട്ടോ, ഞാൻ പ്രിൻസിപ്പളെ വെയിറ്റ് ചെയ്യാണ്, കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും മിസ് അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നുണ്ട് നിധി പ്രിൻസിപ്പൾ സ്ഥലത്തില്ല, 3-4 ഡേയ്സ് ആവും വരാൻ, മെയിലുണ്ടായിരുന്നു, ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയ്യോ മാം എനിക്ക് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്, എന്നാ വരേണ്ടത്. അപ്പോൾ മാം തിരിച്ച് പറയുന്നുണ്ട് നീ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം, എന്നിട്ട് ഒരു FIRന്റെ കോപ്പി അത് വെച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നീ ഇവിടെ ഒരു അപേക്ഷ താ, എന്നിട്ട് ഞാൻ നിനക്കൊരു ലെറ്റർ തരാം, അത് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ മാം പോയി. അപ്പോൾ അവർ തിരിച്ച് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ശ്വേത പറയുന്നുണ്ട് എനിക്ക് ആദ്യം വന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നല്ലേ, നീ ഇപ്പോൾ വെറുതെ വന്ന പോലെ ആയില്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട് അത് സാരല്ല, എപ്പോഴെങ്കിലും അറിയാൻ പറ്റിയല്ലോ, അല്ല നീ വീട്ടിലേക്കല്ല എൻ്റെ കൂടെ പോരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ശ്വേത പറയുന്നുണ്ട് വേണ്ട എനിക്ക് HOD ഒന്ന് കാണാനുണ്ട്, നീ വരുന്നുണ്ടോ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട് ഞാനില്ല, എല്ലാവർക്കും എൻ്റെ കല്യാണക്കാരും ചോദിക്കാനായിരിക്കും, എന്നിട്ട് കുറേ കുറ്റപ്പെടുത്താനായിരിക്കും, ഞാനില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ പരസ്പരം സംസാരിച്ചിട്ട് പിരിയാണ്. അങ്ങനെ നിധി കാറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്നൊരു കാറ് വന്നിട്ട് അവളെ ഇടിക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അവളത് കണ്ട് ഷോക്കായിരുന്നുണ്ട്. അവളെടുത്തെത്തിയതും കാറ് നിർത്തി. അപ്പോൾ കാറിൽ അത്രയും ദേഷ്യത്തോടു കൂടി അവളുടെ ഏട്ടനായിരുന്നു. ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഉറങ്ങിക്കിടന്ന ഭാസ്കരൻ ഞെട്ടി എണീക്കുന്നത്. അതിൽ പിന്നെ ഭാസ്കരൻ വേഗം അങ്ങോട്ട് വന്നിട്ട് അരുണോട് ദേഷ്യപ്പെടാണ്. എന്താടോ ഇത്, തനിക്ക് കണ്ണില്ലേ, ഇവിടെ ഒരു കാർ നിർത്തിയിട്ട് കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരാൾ നടന്നു പോകുന്നില്ല, എന്താടോ ഇതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അരുൺ ദേഷ്യത്തോടെ നിധിനോട് ചോദിക്കുകയാണ് എന്താടി നീ ഞങ്ങൾ അവതാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് നിനക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ, അച്ഛൻ്റെ കാശ് കൊണ്ട് പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് നിനക്ക് വേണം അല്ലേ, നിനക്കിപ്പോൾ ഡിഗ്രി വേണം അല്ലേ, ഞങ്ങളാരും വേണ്ട, നിനക്ക് ഡിഗ്രി മതിയോ. അത് കേട്ടപ്പോൾ അതീവ ദേഷ്യത്തോടു കൂടി നിധി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കാശിൽ നിങ്ങൾക്ക് മാത്രമാണോ അവകാശം, എനിക്കില്ലേ. അപ്പോൾ അരുൺ ചൂടാവുന്നുണ്ട്. എന്താ നിന്നെ ഡ്രൈവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചോ, ഇപ്പോൾ നീ ഡിഗ്രി ഒക്കെ തേടി വന്നിരിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ അവതാരില്ല, ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ നീ. അത് കേട്ടപ്പോൾ നിധി തിരിച്ചു പറയാണ് ഞാൻ പഠിച്ച എൻ്റെ സർട്ടിഫിക്കറ്റാണ് ഞാൻ ചോദിക്കാൻ വന്നത്, അല്ല നിങ്ങളുടെ ഔദാര്യമില്ല, നിങ്ങൾ പൈസ ഇറക്കി ഓക്കെ, അച്ഛനല്ല ഇറക്കിയത്, നിങ്ങളല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ, നിങ്ങളല്ല എൻ്റെ പിറകെ വന്നിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കേട്ടപ്പോൾ അരുൺ അങ്ങോട്ട് നന്നായിട്ട് ചൂടായിട്ട് പറയാണ് നിന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞപ്പോഴേ ഞാൻ ഓർത്തതാണ്, നിനക്ക് ഒരിക്കലും അത് കിട്ടാൻ പാടില്ല, എന്നതിന് ഞാൻ എന്തും ചെയ്യും, നീ അങ്ങനെ രക്ഷപ്പെടണ്ട, ഞങ്ങളെ അച്ഛനെയും അമ്മേനെയും ഞങ്ങളെല്ലാവരും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി നീ ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണോ, അതുകൊണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് ഒരിക്കലും കിട്ടൂലടി, നീ എത്ര വിചാരിച്ചാലും അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. താൻ ആരത് പറയാൻ, ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സർട്ടിഫിക്കറ്റാണ്, അതെനിക്ക് കിട്ടുന്നത് എൻ്റെ അവകാശം, അത് നിനക്ക് തടയാൻ പറ്റില്ല, അതെന്തായാലും ഞാൻ മേടിച്ചിരിക്കുന്നു. ഇതും അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് അവൾ കയ്യിലുള്ള ഫോം കാണിച്ചിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സ് ഞാൻ തുടങ്ങി കഴിഞ്ഞു. അത് കണ്ടപ്പോഴേക്കും അവന് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇതിൻ്റെ അഹങ്കാരമാണല്ലേ എന്നും പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് കീറിയിടാണ് കേട്ടോ. അത് കണ്ടത് നിധി ആകെ തകർന്നു പോയി. കാരണം അവളുടെ മുന്നിലുള്ളൊരു കച്ചിത്തുരുമ്പാണല്ലോ അരുൺ ഇല്ലാണ്ടാക്കിയത്. താനത് കീറിയല്ലേ, തനിക്ക് ഞാൻ കാണിച്ചു തരാടോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലുണ്ടല്ലോ നീ ഇപ്പം അകത്താവുന്നൊക്കെ അവളും അങ്ങോട്ട് തിരിച്ച് നല്ലോണം പറയുന്നുണ്ട്. ആദ്യം വീട് വിട്ട കോളേജ്, കോളേജ് വിട്ട വീട്, അങ്ങനെയുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ സാധാരണയായല്ലേ. എന്താടി നീ നിന്നെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തൊലി ഉരിഞ്ഞു പോവാ, നാണക്കേട് തോന്നുകയാണ്. അതും പറഞ്ഞിട്ട് അരുൺ അവളെ കൈ പിടിച്ച് വലിക്കുകയാണ്. അത് കണ്ടതും ഭാസ്കരൻ ആകെ ദേഷ്യം കയറിയിട്ട് ഭാസ്കരൻ അരുണിനോട് കച്ചറ ഉണ്ടാക്കാനായിട്ട് വരികയാണ്. എന്താടോ ഇത്, താനൊരു പെൺകുട്ടീനോടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ഭാസ്കരൻ വന്നതും അയാൾ ഭാസ്കരനെ ഒരൊറ്റ തള്ളു. ഭാസ്കരൻ നേരെ കാറിലേക്ക് പോയി ഇടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധിനെ പിടിച്ച് വലിക്കുകയാണ് അരുണ്. ദേഷ്യം അത്രയും കടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഈ തക്കല മൊത്തം തനിക്ക് സ്ത്രീധനം കിട്ടിയതാണോ, അല്ലല്ലോ, താൻ വെറുതെ കിടന്ന് എന്നോട് ദേഷ്യപ്പെടാൻ ഇവിടെ എനിക്ക് വരാനോ അവകാശം ഉണ്ടെന്നൊക്കെ അവളും തിരിച്ച് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരൊറ്റ അടി അരുൺ അവൾക്ക് കൊടുക്കുന്നുണ്ട് മുഖത്ത്. അത് കണ്ടതും ഭാസ്കരൻ ആകെ പിടിവിട്ടിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് ചൂടാവാണ്. താൻ എന്താണ് ഒരു പെൺകുട്ടീനെ ഇങ്ങനെ കാണിക്കുന്നത്, തനിക്ക് നാണല്ലോട് പബ്ലിക്കായിട്ട് ഒരു പെൺകുട്ടീനെ അടിക്കാൻ. അത് കേട്ടപ്പം അരുൺ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് താൻ അവൻ്റെ തന്തയല്ലടോ, കുറേ കാലം ജയിലിൽ കിടന്നതല്ലേ, എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ഓഹോ അപ്പം എല്ലാം അറിഞ്ഞിട്ടാണല്ലേ, പക്ഷെ നിന്നെപ്പോലെ നാറിയ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ താൻ എന്ത് ചെയ്യുന്ന അരുൺ വെല്ലുവിളിക്കുമ്പോൾ ഭാസ്കരൻ ഒറ്റ അടി മുഖത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരുണിൻ്റെ കൂടെയുള്ള ആൾക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അരുൺ ഓരോന്ന് പറയുമ്പോൾ വീണ്ടും കൊടുക്കുന്നുണ്ട് അടി. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. ഭാസ്കരനും വിട്ട് കൊടുക്കുന്നില്ല. അപ്പോഴേക്കും നിധിയും ആൻഡ്രൂസും ഭാസ്കരനെ പിടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നീ വണ്ടി കയറിയിരുന്നു, അത് ഞാൻ തീർത്തോളാം. പക്ഷെ അവൾക്ക് പോകാൻ പറ്റില്ലല്ലോ, അവൾ അച്ഛനെ പിടിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും അരുൺ വന്നിട്ട് ലാസ്റ്റ് അവൻ്റെ അടവായിട്ടുള്ള കത്തി എടുത്തിട്ട് ഭാസ്കരൻ്റെ പള്ളയ്ക്ക് ഒരൊറ്റ കുത്താൻ നോക്കുമ്പോഴേക്കും ഭാസ്കരൻ അത് പിടിച്ച് വെക്കുന്നുണ്ട്. ആദ്യം എല്ലാവരും വിചാരിച്ചത് ഭാസ്കരൻ്റെ വയറിൽ കത്തി കയറിയെന്നാണ്. പക്ഷേ ഭാസ്കരൻ കൈകൊണ്ട് അത് അമർത്തി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നിധി ആകെ പേടിച്ച് അവശയായിട്ടുണ്ട്. അവൾക്കാകെ ടെൻഷനായിട്ടുണ്ട്. കാരണം അവൾ കാരണമാണല്ലോ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പോഴേക്കും കോളേജിൽ നിന്ന് സാർമാരൊക്കെ പുറത്തേക്ക് വന്നിട്ട് ചൂടാവുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഇതൊരു കോളേജാണ്, നിങ്ങളുടെ പ്രശ്നമൊന്നും ഇവിടെ തീർക്കാനുള്ളതല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. അത് കണ്ടതും അരുണ് വേഗം കാർ എടുത്ത് പോകുന്നുണ്ട്. നിധി ആണെങ്കിൽ കരഞ്ഞിട്ട് അച്ഛൻ്റെ കൈ പിടിക്കുക, അച്ഛൻ വേദനിക്കുന്നുണ്ടോ? അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇല്ല മോളെ വേഗം വാ അച്ഛൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരും കാറിൽ കയറി പോവാണ്. നിധിയും അച്ഛനും ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. ഭാസ്കറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ നന്നായിട്ട് ചോര പോകുന്നുണ്ട്. അത് കണ്ട് നിധി ഭയങ്കര കരച്ചിൽ. അച്ഛന് വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകും, ഒരുപാട് ചോര പോകുന്നുണ്ടല്ലോ, വേഗം വിട് ചേട്ടാ എന്നൊക്കെ അവൾ പറയാട്ടോ. അത് കേട്ടോ ഭാസ്കരൻ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? അതൊന്നും കുഴപ്പമില്ലാന്നേ. നിന്റെ ചേട്ടൻ എന്താ മോളെ ഇങ്ങനെ? എന്ത് വൃത്തികെട്ട സ്വഭാവം അത്! ഒരു പെൺകുട്ടീനോടാണോ പബ്ലിക്കിൽ നിന്ന് മോശമായിട്ട് പെരുമാറുന്നത്? പക്ഷെ നിധി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് അച്ഛൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോര പോകുന്ന കണ്ടിട്ട് അവൾ ആകെ ഭയന്നിട്ടുണ്ട്. അങ്ങനെ നേരെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെ ഭാസ്കറിൻ്റെ കൈയൊക്കെ കെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട്, വേദന ഉണ്ടോയെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇല്ല മോളെ ഇതൊരു ചെറിയ മുറിയല്ല. അത് കേട്ടപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ചെറിയ മുറിവോ, 4 സ്റ്റിച്ചാണുള്ളത്, 3 ദിവസം കൂടുമ്പോൾ ഡ്രസ്സ് ചെയ്യണം, പിന്നെ പെയിൻ കില്ലറും മരുന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാർമസി പോയിട്ട് ബില്ലടച്ച് വരുമെന്ന് പറയാണ്. ഡോക്ടർ അത് പറഞ്ഞത് നിധി ആൻഡ്രൂസിനോട് പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് കാറിലുണ്ടാവുമെന്ന് എടുത്തിട്ട് വരാമോ എന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ എന്നാ കാശ്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ്റെ കയ്യിലുണ്ട്. ഇന്ന് മോളിത് വെച്ചോന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ട അച്ഛന്നും പറഞ്ഞിട്ട് ബില്ലടയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഭാസ്കറിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഭാസ്കറിനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അവൾ, തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ അവൾ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കണ്ടപ്പോൾ ഭാസ്കരന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മനസ്സൊക്കെ നന്നായിട്ട് കുളിർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഭാസ്കരൻ അവിടുത്തെ നഴ്സിനോട് പറയുന്നുണ്ട്, എൻ്റെ മരുമകളാ, പക്ഷെ മകളുടെ സ്ഥാനാന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വീണ്ടും അവർ കാറിൽ പോകുന്നതാണ്. അപ്പോൾ ഭാസ്കരൻ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ആൻഡ്രൂസ് വെച്ച പാട്ട് ഭാസ്കറിന് പറ്റുന്നില്ല. അപ്പോൾ ഭാസ്കർ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിധി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവളുടെ ഫോണിൽ പാട്ട് വെക്കുകയാണ് കേട്ടോ. തങ്കമനസ്സ് അമ്മ മനസ്സ് പറഞ്ഞ പാട്ടാണ്. അത് ഭാസ്കരന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴും നിധി വേവലാതിയോടെ ചോദിക്കുന്നുണ്ട്, അച്ഛാ വേദനിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, മോളെ കത്തി വെച്ച് മുറിച്ചാൽ പിന്നെ വേദനിക്കാണ്ടിരിക്കുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, പെയിൻ കില്ലർ തരട്ടെ? അപ്പോൾ ഭാസ്കരൻ പറയാണ്, വേണ്ട മോളെ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭാസ്കരൻ ആൻഡ്രൂസിനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണ് മാളുന്നതാണ് കേട്ടോ കണ്ടത്. അത് കണ്ടപ്പോൾ ഭാസ്കരൻ പെട്ടെന്ന് തന്നെ അവനോട് ചൂടാവുന്നുണ്ട്, എടാ വണ്ടി നിർത്തടാ, എന്താ നീ കണ്ണടച്ചുകൊണ്ടാണോ വണ്ടി ഓടിക്കുന്നത്? വല്ല പാണ്ടിലോറിൻ്റെ അടിയിൽ പോയി ആര് സമാധാനം പറയും? അത് കേട്ടപ്പോൾ നിധിയും ബേജാറാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഭാസ്കരൻ അവനെ കുറച്ച് ഉപദേശിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ബിരിയാണി കഴിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണമെന്നാണ്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് എപ്പോഴോ കഴിച്ച ബിരിയാണീൻ്റെ ക്ഷീണമാണ്, നീ വെറുതെ ഉടായി പിറക്കല്ലേ, നീ പോയി ചായ കുടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുകയാണ് കേട്ടോ. നിധിനോടും ചോദിക്കുന്നുണ്ട്, നിനക്ക് ചായ വേണം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട ചായ വേണ്ടാന്ന്. എന്നാൽ നീ പോയി ഒരു ചായ കുടിക്കുന്നിട്ട് ക്യാഷ് കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, വേണ്ട എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചായ കുടിക്കാൻ പോവാണ്. ആൻഡ്രൂസ് പോയതും നിധിക്ക് ഒരു അവസരം ഒത്ത് കിട്ടിയ മാതിരി അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് ചോദിച്ചാൽ തെറ്റാവുമോ, അച്ഛൻ എങ്ങനെ എടുക്കുന്നൊന്നും അവൾക്ക് അറിയില്ല. എങ്കിലും അത് ചോദിക്കാതിരിക്കുക അവളുടെ മനസ്സ് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ ഇപ്പോൾ അവളോട് ഇടപഴകിയ ആ ഒരു സ്നേഹവും ഒക്കെ വെച്ചപ്പം അച്ഛനോട് ഇത് ചോദിക്കാൻ പറ്റും എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ പറയാണ് ഭാസ്കരനോട്, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട്, ആ മോളെ ചോദിച്ചോ, അച്ഛൻ ദേഷ്യപ്പെടരുത് കേട്ടോ, പിന്നെ തെറ്റാണെങ്കിൽ പൊറുക്കണം. അങ്ങനെ അവൾ പരിങ്ങിയിട്ടൊക്കെ പറയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് ചോദിക്കും മോളെ, എന്താ കാര്യം? ഭാസ്കരൻ്റെ സമ്മതം കിട്ടിയതും ഒന്ന് പരിങ്ങി പേടിച്ചിട്ടാണ് നിധി ചോദിക്കുന്നത്, നിങ്ങളുടെ വൈഫിനെ നിങ്ങളാണോ കൊന്നത്? അത് കേട്ടതും അത്ര നേരം ചിരിച്ചു നിന്ന ഭാസ്കരൻ്റെ ഫേസ് പെട്ടെന്ന് രൗദ്രത്തിലായിട്ടോ. മാത്രമല്ല കണ്ണൊക്കെ ഭയങ്കര രക്തവർണ്ണമായി. അത് കണ്ടപ്പോൾ നിധിയൊന്ന് പകച്ചു പോയി. അവളെ മാത്രമല്ല അനേക ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ട് തൊന്തരവ് കാണിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും. നിൻ്റെ ആ തടിമാടൻ ചേട്ടനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്, ഭാസ്കരന് കൊലപാതകം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാസ്കരൻ അവളെ നോക്കിയൊരു ചിരിയും ചിരിച്ചു. നിധി ആകെ വല്ലാണ്ടായിപ്പോയി. കാരണം അവൾ പ്രതീക്ഷിച്ചൊരു ആൻസർ അല്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. കാരണം അച്ഛൻ്റെ ഈ സ്നേഹവും കരുതലും കെയറിങ്ങും എല്ലാം കണ്ടപ്പോൾ അവൾ വിചാരിച്ചു അച്ഛനൊരു പാവമായിരിക്കും, അപ്പം എന്തെങ്കിലും അബദ്ധവശാലായിരിക്കാം അന്നങ്ങനെ സംഭവിച്ചെന്നൊക്കെയാണ് അവൾ വിചാരിച്ചത്. പക്ഷെ അച്ഛൻ്റെ മറുപടി അവളെ പാടെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ചായ കുടിച്ചിട്ട് ആൻഡ്രൂസ് വന്നു. പിന്നെ അവർ നേരെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രി ഉമ്മറത്തെ സ്റ്റെപ്പിൽ നിധിനെയും കാത്തിരിക്കുന്ന സുധീഷിനെയും പിന്നെ ഫോൺ കളിച്ചിട്ട് ചെയറിലിരിക്കുന്ന ഹരീഷിനെയാണ് കേട്ടോ.
സുധീഷാണെങ്കിൽ അവരെന്താ വരാത്തെന്നുള്ള ആദിയിലിരിക്കുക. അപ്പോൾ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, എത്താനായി എന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, പക്ഷെ എന്താ വരാത്തത്. അത് കേട്ട പരീക്ഷ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, ഇത്ര തണ്ണാണെങ്കിൽ പോയി അന്വേഷിച്ചൂടെ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിനക്കെൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവില്ല, അവൾ വരാത്ത ടെൻഷനിലാണ് നിൽക്കുന്നത്, അവളൊന്ന് മാറി നിന്ന് എനിക്ക് ടെൻഷനാണ്. അത് കേട്ടപ്പോൾ പരീക്ഷ അധികം ഒച്ചല്ലാത്ത രീതിക്ക് പറയാം കേട്ടോ, പറ്റിച്ച് കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഇട്ടേച്ച് പോകുന്നുള്ള പേടിയായിരിക്കുമല്ലേ. അത് കേട്ടപ്പോൾ സുധീഷ് തിരിഞ്ഞു നോക്കിയിട്ട്, നീ എന്താണ് പറയുന്നത്. അല്ല, ചേട്ടൻ പറഞ്ഞ കാരണം എനിക്ക് മനസ്സിലായി എന്ന് പറയായിരുന്നു. എന്ത് മനസ്സിലായി എന്ന് നീ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയാണ്, അല്ല, ചേട്ടൻ ചേച്ചീനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണല്ലോ, അപ്പം ഏടത്തി പോകുന്നുള്ള ഭയമല്ലേ. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, എടാ നിനക്ക് മനസ്സിലാവില്ല എൻ്റെ ഉള്ളിൽ ഉത്കണ്ഠ എന്താന്ന്, അതിൻ്റെ പേരാണ് ലവ്, ഇഷ്ക്, കാതൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രണയത്തിനെ വർണ്ണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അത് തിരിച്ചറിയാൻ മനസ്സിനൊരു മൃദുലത. അത് കേട്ടപ്പോൾ ഹരീഷ് പുച്ഛിച്ചിട്ട് കൈ കൂപ്പിയിട്ട് പറയാണ്, അയ്യോ ഇയാളുടെ അത്ര മൃദുലത എനിക്ക് വേണ്ട. അപ്പോഴേക്കും ഓൾറെഡി ശബ്ദം കേൾക്കുകയാണ് കേട്ടോ കാറിൻ്റെ. അതവരായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് സുധീഷ് അച്ഛൻ്റെ കയ്യിൽ കെട്ട് കാണുന്നത്. അപ്പോൾ അവൻ ഓടി ചെന്നിട്ട്, അയ്യോ എന്തു പറ്റി. എന്നിട്ട് ആൻഡ്രൂസിനോട് ചോദിക്കുകയാണ്, നീ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി ചാമ്പിയോടാ. അപ്പോൾ അവൻ പറയുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട് സുധീഷ്, നിധി നിനക്ക് എന്തെങ്കിലും പറ്റിയപ്പോൾ അവൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റിയില്ല. ആൻഡ്രൂസിൻ്റെ മറുപടി കേട്ടതും ഭാസ്കരൻ പറയുന്നുണ്ട്, നീയാണോ നല്ല മോണം ഓടിച്ചത്, ആദ്യം നീ ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും എടുത്തിട്ട് വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് വാ, എന്നിട്ട് നീ വണ്ടിയിൽ ആളെ കയറ്റുമെന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാട്ടോ. അപ്പം സുധീഷിനാകെ ടെൻഷനായി. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശരിക്കും വണ്ടി ഇടിച്ചോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ആക്സിഡൻ്റ് ഒന്നുമല്ല, വാ അകത്തേക്ക് വാ ഞാൻ പറഞ്ഞുതരാമെന്ന് അവൾ പറയാണ്. പിന്നെ അവൾ സ്നേഹത്തോടെ ഭാസ്കരനെ കൈ പിടിച്ചിട്ട് അച്ഛൻ വാന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരകത്തേക്ക് വരികയാണ്. അവരെ കണ്ടതും സുഭാഷേട്ട ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കെട്ട് കണ്ടപ്പോൾ അവനൊന്ന് പേടിച്ചു. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്ത് പറ്റി. പക്ഷേ ഭാസ്കരൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ പറ്റിയത്. എടാ അതൊരു അങ്കത്തഴമ്പാടാ, പ്രതിയോഗി പ്രതീക്ഷിക്കാതെ ഉറുമിയെടുത്ത് വീശി, പരിചയക്ക് വിട്ടൊഴിഞ്ഞ് മാറാൻ പറ്റാത്തതുകൊണ്ട് കൈയെടുത്ത് തടുത്തു, അത്രേ ഉള്ളടാ, വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് നേരെ ഉമ്മറത്തേക്ക് കയറിയിട്ട് തൻ്റെ സ്ഥാനത്ത് പോയിരിക്കുകയാണ് കേട്ടോ. സുധീഷ് ആണെങ്കിൽ ആൻഡ്രൂസിനോട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യം പറയടാ ആക്സിഡൻ്റ് അല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നല്ല സുധീഷേ, നിൻ്റെ വൈഫിൻ്റെ ബ്രദർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്, അപ്പം അച്ഛൻ തടുത്തതാണെന്ന് പറയണേ. എന്നിട്ട് പിന്നെ ക്യാഷ് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ്രൂസ് പോവാണ്. അങ്ങനെ സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് നിധിനോട്, എന്താ മോളെ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ. പരീക്ഷ പറയുന്നുണ്ട്, വരുന്ന വഴിക്ക് എന്തെങ്കിലും അടിപിടി കേസ് ഉണ്ടായോ. അപ്പോഴാണ് നമ്മുടെ സുധീഷ് പറയുന്നത് അവളുടെ ഏട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിധി നിനക്ക് എന്തെങ്കിലും പറ്റിയപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ അവൾ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് പറയണത് എനിക്കുള്ളതായിരുന്നു, പക്ഷെ അച്ഛൻ ആണത് തടുത്തത്, അച്ഛൻ എന്നെ രക്ഷിച്ചതാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അവരൊക്കെ അച്ഛനെ നോക്കാട്ടോ. ഭാസ്കരനാണെങ്കിൽ ഏതോ ഒരു ലോകത്തെന്ന പോലെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സുധീഷ് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ എന്താ റൗഡിയാണോ, എപ്പോഴും കത്തി വെച്ചുകൊണ്ടാണ് നടക്കാറ്. ഇതാണ് ഞാൻ പറഞ്ഞത് കൂടെ വരാമെന്ന്. അപ്പോൾ ഇയാൾ സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ പിന്നെ ഭാസ്കരനെ കാണിക്കുന്നതോട് കൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റിവ്യൂ അറിയാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്